നമ്മുടെ എല്ലാ കോളേജ് ഇതാണെങ്കിലും ഉറപ്പുവരുത്തണമെന്നും ഇനി ഇതേപോലൊരു നിധി നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ലേ ആർക്കും ഒരു അച്ഛനും അമ്മയ്ക്കും ഇതേപോലെ അനുഭവം ഉണ്ടാവരുത് എന്നുള്ളൊരു വിങ്ങലോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. ഞങ്ങളിപ്പോൾ യൂണിയന്റെ ഭാഗമായിട്ട് നടക്കുന്ന കൂടെ ഞങ്ങളുടെ കൂടെ ഇന്റേൺസും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവര് നമ്മുടെ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ നിതിന്റെ കേസിലും നമ്മുടെ ഈ സാറുമാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ മിസ്മാനേജ്മെന്റും അല്ലെങ്കിൽ ഹറാസ്മെന്റും അതിനൊക്കെതിരെ നമ്മളിത് ഒരു തീരുമാനം വരുന്നത് വരെ നമ്മൾ എല്ലാവരുടെയും ആ തീരുമാനം വരുന്നവരെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് കുട്ടികൾക്ക് അനുകൂലമായിട്ട് എന്ന് നമുക്ക് ഒരു ഉറപ്പ് കിട്ടുന്നോ, അല്ലെങ്കിൽ പ്രിൻസിപ്പളുടെ ചെയ്യുന്നോ മാനേജ്മെന്റ് ചെയ്യുന്നോ നമുക്കൊരു ഉറപ്പ് വരുന്നോ, അതിനനുസരിച്ച് നമ്മൾ അതുകൊണ്ട് നമ്മൾ അത് കൃത്യമായിട്ടുള്ളൊരു ഉറപ്പും അല്ലെങ്കിൽ നമുക്കൊരു കിട്ടുന്നവരെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ അനുഭവമായിരിക്കും. നമുക്കിപ്പോൾ നിതിന്റെ കാര്യത്തിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല. നമ്മളെ സംബന്ധിച്ചോളം നിതിൻ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. നമ്മൾ അങ്ങനെ അറിയില്ല. അപ്പോൾ നിതിന്റെ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓൺഗോയിങ് ആയതുകൊണ്ടും നമുക്ക് ഇതിനെപ്പറ്റി വേറൊരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അറിയില്ല. അല്ല, നമ്മൾ പോവാതെ ഇരിക്കാനല്ല. നമ്മൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവരുടെ വീട്ടുകാർ പ്രതികരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സീനിയേഴ്സ് റാഗിങ് ഉണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിദ്യാർത്ഥികളും കൂടി പോയി കഴിഞ്ഞാൽ അവരത് എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നു, അങ്ങനെ അത് മാത്രമല്ല നമുക്കത് അല്ല, നിലവിൽ റാഗിങ് എന്നുള്ളൊരു സംഭവങ്ങളോ സീനിയേഴ്സായിട്ട് ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും വരാറില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, സംഗീത മാം വളരെ കാമായിട്ടുള്ളതും നല്ലൊരു ടീച്ചർ തന്നെയാണ്. രീതിയിലൊന്നും കുട്ടികളോട് പറയാറില്ല. സാധാരണ കുട്ടികളെ നല്ല രീതിക്ക് തന്നെയാണ് എടുക്കാറുള്ളത്.